നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നൊരു പുതിയ വേട്ടാവളിയനെ നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. കഴിഞ്ഞ ദിവസം അൻസാരി സുഹേരി ഉസ്താദ് ഈ വേന്ദ്രനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തായിരുന്നു. വേറൊന്നുമല്ല, നമുക്കറിയാമല്ലോ, ഇപ്പം ഈ കാസ എന്ന് പറയുന്നത് അത് ക്രൈസ്തവ മതങ്ങളുടെ ഇടയിൽ വല്ലാത്ത രീതിയിലുള്ളൊരു വിള്ളലുണ്ടാക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് ഇന്ന് വളർന്നിട്ടുണ്ട്. കാരണം ഇവരുടെ എല്ലാ മേഖലയിലും ഈ കാസ വിഭാഗങ്ങൾ കടന്നുകൂടുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും ഒരു വർഷത്തിന് മുമ്പാണെന്ന് തോന്നും, ഒരു ക്രിസ്തീയ മാനേജ്മെൻറ്റ് സ്കൂളിൽ ഒരു പെൺകുട്ടി തൂങ്ങി മരിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വിവാദങ്ങൾ ആ സ്കൂളിൽ ഉണ്ടായപ്പോഴത്തേക്ക് ഈ കാസ വിഭാഗമാണ് മുന്നിട്ട് നിന്നതും അതിനകത്തൊരു പെൺകുട്ടി വന്നിട്ട് നല്ല കിണ്ണം കാച്ചിയ പ്രസംഗമൊക്കെ നടത്തിയെന്ന് നിങ്ങൾക്കറിയാം. പക്ഷെ ആ മരിച്ച പെൺകുട്ടിയുടെ കുറച്ച് സുഹൃത്തുക്കൾ, മുസ്ലിം പെൺകുട്ടികൾ, അവരെ ഈ തട്ടമൊക്കെ ഇട്ടിട്ടുള്ള പെൺകുട്ടികളായിരുന്നു. അവർ വലിയ രീതിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. അതായത് ഇവിടുത്തെ മാനേജ്മെൻറ്റിനെതിരെയും അവിടെ പഠിപ്പിക്കുന്ന സാറന്മാർക്കെതിരെയും അവിടുത്തെ ഒരു അച്ഛനെതിരെയൊക്കെയായിരുന്നു ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നത്. ആ സമയത്താണ് വളരെ തന്ത്രപരമായിട്ട് ഈ കാസ എന്ന് പറയുന്ന ഈ കൂസന്മാർ അവിടെ മതസ്പർദ്ധ വളർത്താൻ വേണ്ടി ഈ മുസ്ലിങ്ങളെ എടുത്ത് ഇടയിലിട്ടുകൊണ്ട് അത് വേറൊരു തലത്തിലേക്ക് കൊണ്ട് ഈ ഒരു വേട്ടാവളിനെ കുറിച്ചിട്ട് പറയാം. അതായത് നമ്മുടെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നും ഏതെങ്കിലും ഒരു പെൺകുട്ടി ഒരു ഹിന്ദു യുവാവിനോടോ അല്ലെങ്കിൽ ഒരു ക്രൈസ്തവ യുവാവിനോടോ പോയി കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ ഈ മീഡിയാസിലൊന്നും ചർച്ച ഉണ്ടാകത്തില്ല. അത് പോയി ആ വഴിക്ക് അങ്ങ് പോയി എന്നങ്ങ് വിചാരിക്കും. അതിൻ്റെ പേരിൽ ഇവിടുത്തെ മുസ്ലിം സംഘടനകളോ അല്ലെങ്കിൽ ഏതെങ്കിലും മതപണ്ഡിതന്മാരോ വന്നിട്ട് മൈക്ക് കെട്ടുവെച്ച് പ്രസംഗിക്കത്തൊന്നുമില്ല കേട്ടോ. കാരണം ഇത് ഇങ്ങനെ മുസ്ലിം മതത്തിൽ നിന്നുള്ള പെൺകുട്ടികളെ അടിച്ചുകൊണ്ട് പോയി, അതുകൊണ്ട് ഇത് വല്ലാത്ത ഒരു ഹിന്ദു ജിഹാദ് അതല്ലെങ്കിൽ ക്രിസ്ത്യൻ ജിഹാദ് എന്നൊന്നും പറഞ്ഞ് ആരും മുന്നോട്ട് വരത്തില്ല. എന്നാൽ ഹൈന്ദവ മതത്തിൽ നിന്നോ ക്രിസ്തു മതത്തിൽ നിന്നോ ഏതെങ്കിലും ഒരു പെൺകുട്ടി ഒരു മുസ്ലിം യുവാവിനെ പ്രണയിച്ച് അവൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ ലവ് ജിഹാദ്, നർക്കോട്ടിക് ജിഹാദ്, പിന്നെ മറ്റേ സിറിയയെ കൊണ്ടുപോയി പൊട്ടിക്കാൻ പോകുന്നു, മറ്റതാണ് തേങ്ങാക്കൊലയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില വേട്ടാവളിയന്മാർ സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെ അച്ചാരവും വാങ്ങിച്ചിട്ട് ഇങ്ങനെ വന്നിരുന്നുകൊണ്ട് കുരയ്ക്കും. ആ കുരയ്ക്കുന്ന ഒരു വേട്ടപ്പെട്ടി കുറച്ച് നാൾക്ക് മുമ്പേ നമ്മുടെ വേടൻ എന്ന് പറയുന്ന ഒരു കലാകാരൻ, യുവ കലാകാരൻ, പുള്ളിയുടെ പാട്ടുകളെ ഭയക്കുന്നത് ഇവിടുത്തെ സവർണ മേധാവികളാണ്. അതുകൊണ്ട് തന്നെ വേടൻ എന്ന് പറയുന്ന കലാകാരനെ തകർക്കാൻ വേണ്ടി കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കുറേ ആൾക്കാർ രംഗത്ത് വരുന്നുണ്ട്. കുറേ പെൺകുട്ടികൾ രംഗത്ത് വന്നു വേടനെതിരെ ലൈംഗിക ആരോപണവുമായിട്ട്. ഈ വേടൻ എന്ന് പറയുന്ന ഈ കലാകാരനോട് പ്രണയം തോന്നി ഒരുപാട് പെൺകുട്ടികൾ അങ്ങോട്ട് വന്നിട്ടുണ്ടെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഇതിനൊന്നും കൃത്യമായിട്ടുള്ള തെളിവോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. കാരണം പരസ്പരം ഇഷ്ടപ്പെട്ട് ഒരു പെണ്ണും ആണും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് തെറ്റല്ല എന്ന് കോടതി വരെ പറഞ്ഞിട്ടുണ്ട്. അത് വേടന്റെ കാര്യം നമുക്കറിയാം. അപ്പൊ വേടന്റെ വിഷയത്തിലും മറ്റു മതത്തിൽ നിന്ന് ഇസ്ലാം മതത്തിലുള്ള ചെറുപ്പക്കാർ പെൺകുട്ടികളെ കല്യാണം കഴിക്കുമ്പോൾ അതൊരു പ്രത്യേകതരം ജിഹാദായി മാറുന്ന ഇതുപോലത്തെ ചില ഞരമ്പ് രോഗികളുണ്ടല്ലോ. ഈ പുതിയ അവതാരത്തെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങളൊന്ന് കണ്ടോളൂ. എന്നിട്ട് കൃത്യമായിട്ട് നിങ്ങൾ ഇതിൻ്റെ മറുപടിയും കൂടെ ഒന്ന് പറയണം. ആദ്യം നമുക്ക് ലവ് ജിഹാദിനെ പറ്റി പറയുന്നത് എന്താണ് എന്നത് വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങളൊന്ന് കേട്ടോ. എനിക്കറിയാവുന്ന എത്രയോ ആളുകൾ ഹിന്ദുക്കളെ കല്യാണം കഴിച്ചിട്ട് ഭർത്താവ് ഹിന്ദു ആയിരിക്കും, അല്ലെങ്കിൽ ഭാര്യ ഹിന്ദു ആയിരിക്കും, ആരെങ്കിലും ഒരാൾ ഹിന്ദു ആയിട്ട് ഹിന്ദു ക്ഷേത്രങ്ങളിൽ പോകുന്നവരുണ്ട്, തിരിച്ച് പള്ളിയിൽ പോകുന്നവർ എല്ലാം ഉണ്ട്. ക്രിസ്ത്യ മതത്തിലും ഇങ്ങനെ ഒരു ശീലമില്ല. മതം മാറണം എന്നുള്ളൊരു പിന്നെ പറയാറുണ്ട്, വേണം മാറിയാൽ സന്തോഷം, അല്ല നിർബന്ധം മാറണം എന്നില്ല. പക്ഷേ മുസ്ലിം മതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ പ്രശ്നമുണ്ട് ഇവിടെ. അത് ഉള്ള പ്രശ്നം നമുക്ക് ചർച്ച ചെയ്യാതെ പോകാൻ പറ്റത്തില്ല. പെൺകുട്ടികളെ ആദ്യം പ്രണയിക്കുമ്പോൾ ഇതൊന്നും പറയുന്നില്ല, കുറച്ച് കഴിയുമ്പോൾ കുറേശ്ശെ മതം മാറ്റത്തിലേക്ക് പറയുന്നു. മതം മാറ്റത്തിൻ്റെ ഒരു പകുതി, ഒരു ഹാഫ് ആകുമ്പോൾ അവരെ സത്യസരണിയിൽ കൊണ്ടുപോകുന്നു. അവിടെ വെച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് ഫുള്ളായിട്ട് മതം മാറുന്നു. ഇതിൽ മതം മാറി കല്യാണം കഴിക്കുന്നിടത്താണ് അടുത്ത വിഷയം. എല്ലാവരെയും കല്യാണം കഴിക്കുന്നില്ല. അല്ലെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള കുറച്ച് പെൺകുട്ടികളെയെങ്കിലും സിറിയയിൽ കൊണ്ടുപോകുന്നു എന്നൊരു വാർത്ത ഉണ്ട്. സിറിയയിലെ സൈനികർക്കാണ് കൊണ്ടുപോകുന്നത് കൂടുതലും. അപ്പൊ അവരെന്താ ചെയ്യുന്നത്? ഈ ഒരു പെൺകുട്ടിയെ തന്നെ പലരും ഉപയോഗിക്കേണ്ട സ്ഥിതിയിലേക്കൊക്കെ വരുന്നു. ഇതാണ് ഇതിന്റെ അടിസ്ഥാന വിഷയം. ഇതനുബന്ധിച്ചൊരു സിനിമയും വന്നു, കേരള സ്റ്റോറി. അത് ഞാൻ കണ്ടിട്ടില്ല. ഇതിൽ പ്രതിക്കൂട്ടിൽ ഇപ്പോൾ മുസ്ലിംസിലെ ചെറിയ വിഭാഗങ്ങളിൽ നിൽപ്പുണ്ട്. ഒരുപാട് പെൺകുട്ടികളെ ഒരേ സമയം പ്രണയിക്കുക, ഒരുപാട് പെൺകുട്ടികളെ കല്യാണം കഴിക്കുക, അവരെ പലരെയും ഇവിടെ കൊണ്ടുപോവുക, സിറിയയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കഥ ഇവിടെ ഉണ്ട്. എൻ്റെ വാദം, ഹിന്ദുക്കളല്ല ഈ കഥ പൊളിക്കേണ്ടത്, ക്രിസ്ത്യാനികളോ അല്ല. ഈ കഥ പൊളിക്കേണ്ടത് മുസ്ലിംസാണ്. ഈ കഥ പൊളിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ റമീസിന്റെ കേസ് ആരന്വേഷിക്കണം? NIA ദേശീയ ജുഡീഷ്യലായിട്ടുള്ള ആരെങ്കിലോ സുപ്രീം കോടതിയിലെ ഒരു സ്വതന്ത്ര ഏജൻസി ഇത് അന്വേഷിക്കണം. ഇല്ലാത്തൊരു കാര്യത്തിന് അബോധം കേൾക്കേണ്ട കാര്യമില്ലല്ലോ. ഇനി ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു ന്യൂനപക്ഷം അത് ചെയ്യുന്നു എന്ന് മറ്റുള്ളവർക്ക് അറിയാമെന്ന് വിചാരിക്കുകയെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതാണ്. കേട്ടില്ലേ നിങ്ങൾ ഈ വേട്ടാവളിയും പറഞ്ഞത്? അതായത് ഹിന്ദു മതത്തിലും ക്രിസ്തു മതത്തിലും ഒന്നും കെട്ടിക്കൊണ്ട് വന്നു അങ്ങനെ നിർബന്ധമൊന്നുമില്ല മതം മാറണമെന്ന്. പക്ഷെ മുസ്ലിം മതത്തിൽ അത് കൺഫേം ആണ്, മതം മാറണം. നീയേ പൂഞ്ഞാറുള്ള ഒരു കുഞ്ഞാടുണ്ടല്ലോ, PC എന്ന് പറയുന്നത്, അവൻ്റെ ഒരു മകൻ ജഗതിയുടെ മകളെ കെട്ടിയപ്പോഴേ അപ്പം പറഞ്ഞായിരുന്നു,
മാമോദിസ മുക്കിയിട്ട് നീ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി, അല്ലാതെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടാന്ന്. പിന്നെ ഈ കാനായി വിഭാഗം എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട് ക്രൈസ്തവ മതത്തിൽ. അവരൊരിക്കലും കാനായി വിഭാഗത്തിൽപ്പെട്ടവർക്കല്ലാതെ ഈ ക്രിസ്തു മതത്തിലുള്ള മറ്റ് ബന്ധുക്കോസോ അല്ലെങ്കിൽ മറ്റേ സുരിയാനിയോ അങ്ങനെയുള്ള ഒരു വിവാഹത്തിന് കല്യാണം കഴിച്ച് കൊടുക്കത്തില്ല കേട്ടോ. അത് ഇവരുടെ ഒരു പ്രത്യേകത തന്നെയാണ്. അപ്പൊ ഈ എടാ നീ സംഘികളുടെ ആസനം തൊട്ട് നീ എവിടം വരെ വേണമെങ്കിലും നക്കി വെളുപ്പിച്ചോ, പക്ഷേ ഈ ശുദ്ധ പോക്കൃത്തരവും തെമ്മാടിത്തരവുമായിട്ട് മേല സമൂഹ മാധ്യമങ്ങളിൽ വന്നുകൊണ്ട് ഇങ്ങനെ കൊണയടിക്കരുത്. കാരണം നീ അവർ തരുന്നത് എന്താണെന്ന് വെച്ചാൽ നീ അത് മേടിച്ച് 3 or 4 നേരമായിട്ട് അങ്ങോട്ട് നക്കിക്കോ, അത് ഇങ്ങോട്ട് ഇറക്കണ്ട. ഇനി ഈ നാറി നമ്മുടെ വേടനെ കുറിച്ചിട്ട് പറയുന്നത് കൂടെ ഒന്ന് നിങ്ങൾ കേട്ടോ. നിരവധി പെൺകുട്ടികൾ ഓൺലൈനിൽ പ്ലാറ്റ്ഫോമിൽ വന്ന് വേടനെതിരെ ഈ ലൈംഗിക ആക്ഷേപം തന്നെ പറയുന്നുണ്ട്. പക്ഷെ അവർക്ക് പലർക്കും പേടിയായതുകൊണ്ട് അവർ പുറത്ത് പറയുന്നില്ല. കാരണം ഇദ്ദേഹം വലിയ ശക്തനാണല്ലോ, ഗവൺമെന്റിന്റെ ആള് വളരെ ശക്തനാണ്, അതുകൊണ്ട് പുറത്ത് പറയുന്നില്ല. പക്ഷെ എന്തായാലും ഞാൻ വീണ്ടും പറയുന്നു, ഇദ്ദേഹം ഒരു ഉഡായിപ്പായിരുന്നു, അല്ലെങ്കിൽ ഇതെല്ലാ വേലത്തരവും കയ്യിൽ വരുമോ? ഇതിപ്പോൾ സകല ഉഡായിപ്പം കാണുക. ഇദ്ദേഹത്തിനൊരു വീരാരാധനയുണ്ട്, സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒരു ആരാധന തോന്നും. ഇതിനെല്ലാം പുള്ളി വളരെ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് കൈകാര്യം ചെയ്തിരിക്കുന്നതായിട്ടാണ് വന്നിരിക്കുന്നത്. അതൊരിക്കലും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നതല്ല. അയാൾ സ്വയം കുഴിച്ച വീഴിൽ അദ്ദേഹം വീണു. എത്ര ഉയരത്തിലേക്ക് കയറുമ്പോഴെപ്പോഴും ശരിയായ മാർഗത്തിൽ കയറിപ്പോയില്ലെങ്കിൽ വീഴും. ഇപ്പോൾ ഒളിവിലുമാണ്. ഇനി എത്ര പെൺകുട്ടികൾ പുറത്തു വരാനിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയേണ്ടത്. എന്തായാലും പ്രായവും പക്വതയും ഒന്നും ഇല്ലാതെ ഇയാൾ കാട്ടിക്കൂട്ടിയ ഈ കോമാളിത്തര പരിപാടികൾക്ക് പാട്ടിനോട് നമുക്ക് ആഭിമുഖ്യമുണ്ട്, വരികളോട് ആഭിമുഖ്യമുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം വളരെ മോശമായ രീതിയിലുള്ള തെറി പറയുന്ന വാക്കുകളും ഉണ്ട് പാട്ടിൽ. ഇപ്പം അയ്യങ്കാളിയുടെ സമ്മാനം ഇദ്ദേഹത്തിന് കൊടുത്തു, അവാർഡ് കൊടുത്തു. എന്ത് അർഹതയാണ് ഇദ്ദേഹത്തിന് അത് വാങ്ങാൻ? തലപ്പാവ് വാങ്ങിച്ചു, അയ്യങ്കാളിയുടെ തലപ്പാവ് വച്ചു എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഇവിടെ കേൾക്കുന്നത്? അയ്യങ്കാളി എവിടെ കിടക്കുന്നു, അംബേദ്കർ എവിടെ കിടക്കുന്നു, ഇദ്ദേഹം എവിടെ കിടക്കുന്നു? അതിനെയൊക്കെ ചെയ്ത് പുതിയ നവ അയ്യങ്കാളിയാണ്, നവ അംബേദ്കറാണ്. ഇപ്പൊ ഇതാ മോചനം ഇവിടെ വന്നു എന്നൊക്കെ പറഞ്ഞ ആളുകൾ സോഷ്യൽ മീഡിയയിൽ ആഘോഷിച്ചു. എല്ലാവരും ഇപ്പോൾ ഇവിടെ പോയി. ബലാത്സംഗം, പൈസ തട്ടിപ്പ്, എല്ലാ കാര്യം. ഇനി ഇവിടെ സമൂഹത്തിൽ എന്തെല്ലാം കുഴപ്പം വരാമോ ആ എല്ലാ കുഴപ്പങ്ങളിലും ആരുമുണ്ട്, വേടന്റെ പേരുണ്ട്. ഇതാണ് പുതിയ തരം ക്രിസംഗി ഊള. കാരണം ഇപ്പം പറഞ്ഞൊക്കെ കേട്ടല്ലോ നിങ്ങൾ. ഇനി ഇതിനൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുക്കാൻ അർഹതപ്പെട്ടത് എൻ്റെ ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരാണ്. അത് ഈ വടക്കേ ഇന്ത്യയിലോട്ടൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ എന്തിന് നമ്മുടെ ഈ കഴിഞ്ഞ 2 മാസത്തിന് മുമ്പ് 2 കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ എന്തിൻ്റെ പേരിലാണ് അവിടെ പിടിച്ചത്? മതപരിവർത്തനം, മനുഷ്യക്കടത്ത്, മറ്റ് സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരെ മതത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊണ്ടുവരുന്നു എന്നൊക്കെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ വെച്ചുകൊണ്ട് ജാമ്യം പോലും കിട്ടാത്ത വകുപ്പൊക്കെ പ്രയോഗിച്ചുകൊണ്ടാണ് അകത്താക്കിയത്. പിന്നെ 2 പാസ്റ്റർമാരെ പിടിച്ചിട്ട് തല്ലുന്നത് നമ്മൾ കണ്ടു അല്ലേ? കേരളത്തിൽ നമ്മൾ കണ്ടു. പാലക്കാട് ജില്ലയിൽ മതപരിവർത്തനം നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് ലഘുലേഖന വിതരണം ചെയ്യുന്നു പറഞ്ഞിട്ട് ഒരു പാസ്റ്റർ സംഖ്യകളെല്ലാം കൂടെ എടുത്തിട്ട് കടവിറങ്ങുന്ന നമ്മൾ കണ്ടു. അപ്പം ഇതുപോലുള്ള നാറികളെയാണ് ആദ്യം കടവിറങ്ങേണ്ടത്. കാരണം ഈ സംഖ്യകൾ കൊടുക്കുന്ന ഉച്ചിഷ്ടം ഭക്ഷിച്ചിട്ട് ഇങ്ങനെ വന്നിരുന്നുകൊണ്ട് വൃത്തികേട് പറയുന്ന ഇവനെയൊക്കെ പബ്ലിക്കിൽ ഇതുപോലെ തല്ലണം. അതാണ് ചെയ്യേണ്ടത്. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇവനുള്ള കൃത്യമായിട്ടുള്ള മറുപടി നിങ്ങൾ കൊടുക്കുമെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ, നല്ലത് മാത്രം ചിന്തിക്കുക. ഇതുപോലുള്ള പിശാചികളിൽ നിന്നൊക്കെ നമ്മളെ കാക്കട്ടെ എന്ന് ദൈവം തമ്പുരാനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ബൈ.